ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. CSEB സിലബസ് പ്രകാരം കോപ്പറേഷൻ്റെ സെക്കൻഡ് മോഡ്യൂള് കോപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രീസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക് അങ്ങനെ 3 കൺട്രീസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്? ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ സി ചാൾസ് ഹൗറാത്ത്, ഓപ്ഷൻ ഡി ചാൾസ് ഗൈഡ്. ഇതിൽ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ചാൾസ് ഹൗറാത്ത്. ഈ ചാൾസ് ഹൗറാത്ത് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ജെയിംസ് ഡാലിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് കൺസിഡർ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ഫെഡറിക് നിക്കോൾസൺ, ഓപ്ഷൻ ബി എച്ച് ഡ്യൂപ്പർനിക്സ്, ഓപ്ഷൻ സി എഡ്വേർഡ് ലോ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫെഡറിക് നിക്കോൾസൺ. ഫെഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യയിലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ വേൾഡിലെ തന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നുള്ളതിൽ ഇത് ഇന്ത്യയിലെയാണ്, അതിൽ വേൾഡിലെ തന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റോബർട്ട് ഓവൻ വാസ് ബോൺ ഓൺ? ഓപ്ഷൻ എ 14th May 1770, ഓപ്ഷൻ ബി 14th May 1771, ഓപ്ഷൻ സി 14th May 1780, ഓപ്ഷൻ ഡി 14th May 1781. ആൻസർ ഓപ്ഷൻ ബി ആണ്, 14th May 1771. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് പാർട്ടി വാസ് എ വെഞ്ചർ ഓഫ് വിച്ച് കൺട്രീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി റഷ്യ. ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പെരിമെൻറ്റ് ഓഫ് റോബർട്ട് ഓവൻ വെയർ? ഓപ്ഷൻ എ ലേബർ ഹൗസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച്, ഓപ്ഷൻ ബി ലേബർ കോളനീസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ലേബർ ഹൗസ് ആൻഡ് ഫ്രണ്ട്ലി സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. റോബർട്ട് ഓവൻ്റെ എക്സ്പെരിമെൻ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേബർ കോളനീസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച്. ഇത് രണ്ടും റോബർട്ട് ഓവൻ തുടങ്ങിയതാണ്, ലേബർ കോളനീസും ലേബർ എക്സ്ചേഞ്ചും. അടുത്ത ക്വസ്റ്റ്യൻ, റോബർട്ട് ഓവൻ സ്റ്റാർട്ടഡ് എ വില്ലേജ് കമ്മ്യൂണിറ്റി നെയിംഡ് ആസ്? ഓപ്ഷൻ എ ലേബർ കോളനി, ഓപ്ഷൻ ബി ലേബർ എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ന്യൂ ഹാർമണി, ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി സൊസൈറ്റീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂ ഹാർമണി. റോബർട്ട് ഓവൻ്റെ ഒരു ലേബർ കോളനിയാണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് അസോസിയേഷൻ വാസ് ഫോംഡ് ബൈ ഡാഷ്? ഓപ്ഷൻ എ CR ഫേ, ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ സി റോച്ച്ഡെയിൽ പൈനിയേഴ്സ്, ഓപ്ഷൻ ഡി റോബർട്ട് ഓവൻ. ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് റോബർട്ട് ഓവൻ വാസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്? ഓപ്ഷൻ എ ലേബർ നോട്ട്സ്, ഓപ്ഷൻ ബി ലേബർ എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, ഓപ്ഷൻ ഡി ലേബർ കോളനി.
ഇതിൽ റോബർട്ട് ഓവൻ്റെ എക്സ്പെരിമെൻ്റ് ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ട്രൈൻ ഓഫ് സർക്കുംസ്റ്റാൻസസ്. റോബർട്ട് ഓവൻ്റെ പ്രിൻസിപ്പിളാണത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഈസ്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് അതെവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അത് ഇംഗ്ലണ്ടാണ്. പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ കുറച്ച് സവിശേഷതകളാണ് നമ്മുടെ ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ്, ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെൻറ്റ്, കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ്, ഇതെല്ലാം ഇംഗ്ലണ്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്ഡ് ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഇൻ. ഓപ്ഷൻ എ 1783, ഓപ്ഷൻ ബി 1793, ഓപ്ഷൻ സി 1893, ഓപ്ഷൻ ഡി 1844. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1793. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് 1793 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ ലുസാട്ടി, ഓപ്ഷൻ ബി ഫെഡറിക് നിക്കോൾസൺ, ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ ഡി സ്വാമിനാഥൻ. ഇതിൽ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ വില്യം കിങ്. ഡോക്ടർ വില്യം കിങ്ങിനെയാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിനെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് കോൾഡ് ആസ് ദ ഹോം ലാൻഡ് ഓഫ്. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ്, ഓപ്ഷൻ ബി അർബൻ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി ഡയറി കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡി റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ഇതിൽ ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഹോംലാൻഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻ്റ് ആണ്, നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റോബർട്ട് ഓവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രണ്ട്ലി സൊസൈറ്റി വെയർ സ്റ്റാർട്ടഡ് ഇൻ. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ജപ്പാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇംഗ്ലണ്ട്. ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി. ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി വില്യം കിങ്, ഓപ്ഷൻ സി ലുസാട്ടി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, റോബർട്ട് ഓവൻ. ലേബർ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത് ന്യൂ ഹാർമണി, അമേരിക്കയിലെ ന്യൂ ഹാർമണിയിൽ ലേബർ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത് റോബർട്ട് ഓവൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനിയുള്ളത് ജർമ്മനിയുടെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. The two pioneers in credit cooperative movement in Germany are dash and dash. Option A Raiffeisen and Plunkett, option B Lusatti and Schulz, option C Raiffeisen and Schulz, option D McLagan and Edward Lowe. Answer ഓപ്ഷൻ സി ആണ്, റെയ്ഫിസാൻ ആൻഡ് ഷൂൾസ്. ജർമ്മനിയിലെ രണ്ട് പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പൈനിയേഴ്സാണ് റെയ്ഫിസാനും ഷൂൾസും എന്ന് പറയുന്നത്. ഇതിൽ റെയ്ഫിസാൻ എന്ന് പറയുന്നത് അപ്പോസ്റ്റിൽ ഓഫ് കോപ്പറേഷൻ എന്നാണ് റെയ്ഫിസാൻ അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഈ റെയ്ഫിസാൻ ആണ്. അദ്ദേഹം റൂറൽ ഏരിയയിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് സംഘങ്ങൾ രൂപീകരിച്ചത്
റെയ്ഫിസാനാണ് അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുടെ പ്രത്യേകതയായിരുന്നു. റെയ്ഫിസാൻ രൂപീകരിച്ച സംഘങ്ങളുടെ പ്രത്യേകതയായിരുന്നു അത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പിന്നെ റൂറൽ ഏരിയയിലാണ് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഷൂൾസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഷൂൾസ് ആണ്. ഈ ഷൂൾസ് അർബൻ ഏരിയയിലാണ് സൊസൈറ്റികൾ സംഘങ്ങൾ രൂപീകരിച്ചത്. അതുപോലെ തന്നെ അതെല്ലാം ലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സംഘങ്ങളായിരുന്നു. ഓക്കെ, ഇതിൽ ലുസാട്ടി എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു കോപ്പറേറ്ററാണ്. നമുക്കിപ്പോൾ ഇറ്റലി ഈ നമ്മുടെ CSEBയുടെ സിലബസിൽ ഈ 3 കൺട്രീസേ ഉള്ളൂ. ഇംഗ്ലണ്ടും ജർമ്മനിയും ഡെൻമാർക്കും ഉള്ളൂ. ഇറ്റലി അതിൽ പറഞ്ഞിട്ടില്ല. ലുസാട്ടി എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു കോപ്പറേറ്ററാണ്. ഹൊറൈസ് പ്ലങ്കറ്റ് എന്ന് പറയുന്നത് ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. അദ്ദേഹം അയർലൻഡിലെ കോപ്പറേറ്റർ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ബിഗ് ഫാമേഴ്സ് ഇൻ ജർമ്മനി was under the leadership of option A Schulz, option B Raiffeisen, option C Dr. Haas, option D none of these. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒരു വലിയ കർഷകർക്ക്, വൻകിട കർഷകർക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്തത് ആരുടെ ലീഡർഷിപ്പിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ഹാസ്. ഈ ഡോക്ടർ ഹാസ് എന്ന് പറയുന്നത് റെയ്ഫിസാൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നതായിരുന്നു ഡോക്ടർ ഹാസ്. പിന്നെ റെയ്ഫിസാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വൻകിട കർഷകർക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹാസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഷൂൾസ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ് ബാങ്ക്സ്. ഓപ്ഷൻ എ റൂറൽ, ഓപ്ഷൻ ബി ടൗൺ, ഓപ്ഷൻ സി സിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഷൂൾസ് ബാങ്ക്സിനെ പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടൗൺ ബാങ്ക്സ്. ഷൂൾസ് ബാങ്കുകൾ നമ്മൾ ടൗൺ ബാങ്കുകളെന്നും പറയും. അതുപോലെ തന്നെ പോപ്പുലർ ബാങ്ക്, ഷെയർ ബാങ്ക്, അങ്ങനെ എല്ലാം പറയുന്നത് ഷൂൾസിൻ്റെ ബാങ്കുകളെയാണ്. ഞാനിപ്പോൾ പറഞ്ഞു അദ്ദേഹം അർബൻ ഏരിയയിൽ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ സംഘങ്ങൾ രൂപീകരിച്ച ഒരു വ്യക്തിയാണ് ഷൂൾസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മോഡൽ ഓഫ് കോപ്പറേഷൻ അക്സെപ്റ്റഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ദ സ്റ്റഡി കണ്ടക്റ്റഡ് ഇൻ യൂറോപ്പ്? ഓപ്ഷൻ എ റെയ്ഫിസാൻ മോഡൽ, ഓപ്ഷൻ ബി വില്യം കിങ് മോഡൽ, ഓപ്ഷൻ സി ഡാനിഷ് മോഡൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. യൂറോപ്പിൽ കണ്ടക്ട് ചെയ്ത സ്റ്റഡി വെച്ചിട്ട് ഇന്ത്യയിൽ ഏത് മോഡൽ കോപ്പറേഷനാണ് അക്സെപ്റ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്തത് റെയ്ഫിസാൻ മോഡലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, റെയ്ഫിസാൻ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ വിച്ച് കൺട്രീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി UK, ഓപ്ഷൻ ഡി USA. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് അത് ഏത് കൺട്രിയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഉപയോഗിച്ചതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഉപയോഗിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജർമ്മനി. ജർമ്മനിയിലാണ് അത് ആദ്യം ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഓർഗനൈസ്ഡ് റൂറൽ കോപ്പറേറ്റീവ് ഇൻ ജർമ്മനി? ഓപ്ഷൻ എ എഡ്വാർഡ്, ഓപ്ഷൻ ബി ഷൂൾസ്, ഓപ്ഷൻ സി ഓവൻ, ഓപ്ഷൻ ഡി റെയ്ഫിസാൻ. ജർമ്മനിയിൽ റൂറൽ കോപ്പറേറ്റീവ് ഓർഗനൈസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെയ്ഫിസാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റെയ്ഫിസാൻ റൂറൽ ഏരിയയിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ സംഘങ്ങൾ രൂപീകരിച്ചു. പിന്നെ അതിൽ ഡിവിഡൻഡ് ഒന്നും കൊടുത്തിരുന്നില്ല. അത് ആ സംഘത്തിൻ്റെ പ്രത്യേകതയാണ്. ആർക്കും മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രോഫിറ്റുകളും നേരെ റിസർവ് ഫണ്ടിലേക്കാണ് വെച്ചുകൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഷൂൾസ് സൊസൈറ്റി ഈസ്? ഓപ്ഷൻ എ ലിമിറ്റഡ് ലയബിലിറ്റി, ഓപ്ഷൻ ബി സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഓപ്ഷൻ സി റൂറൽ ബേസ്ഡ് മെമ്പർഷിപ്പ്, ഓപ്ഷൻ ഡി ഓണററി മാനേജ്മെൻറ്റ്. ഇതിൽ ഷൂൾസിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ എ ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. വേറെ 3 റെയ്ഫിസാൻ്റെ സൊസൈറ്റികളുടെ പ്രത്യേകതയാണ്. ഇതിൽ ഷൂൾസിൻ്റെ സൊസൈറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതാണ്. റെയ്ഫിസാൻ്റെ ആണെങ്കിൽ സൊസൈറ്റികൾ അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ളതാണ്. പിന്നെ അതുപോലെ ഈ റൂറൽ ബേസ്ഡ് മെമ്പർഷിപ്പ്, ഓണററി മാനേജ്മെൻറ്റ്, സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അത് 3 റെയ്ഫിസാൻ്റെ സംഘങ്ങളുടെ പ്രത്യേകതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, LMB, ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകളുടെ ബർത്ത് പ്ലേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജർമ്മനി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാനേജ്മെൻറ്റ് ഓഫ് റെയ്ഫിസാൻ വെയർ? ഓപ്ഷൻ എ ഓണററി, ഓപ്ഷൻ ബി സാലറീഡ്, ഓപ്ഷൻ സി പെയ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതിപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ, റെയ്ഫിസാൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓണററി മാനേജ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് എ റോങ് വൺ വിച്ച് റിലേറ്റ്സ് ടു ഷൂൾസ് ടൈപ്പ് സൊസൈറ്റീസ് ഇൻ ജർമ്മനി. ഓപ്ഷൻ എ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഓപ്ഷൻ ബി ഷെയർസ് ഓഫ് ലോ വാല്യൂ, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി മെമ്പർഷിപ്പ് വാസ് ഗിവൺ ടു ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ്മാൻ. ഇതിൽ ഷൂൾസ് ടൈപ്പ് സൊസൈറ്റികളുടെ റിലേറ്റ് ചെയ്യാത്ത കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷെയർസ് ഓഫ് ലോ വാല്യൂ. ഇതാണ് റിലേറ്റ് ചെയ്യാത്തത്. ബാക്കിയെല്ലാം ഷൂൾസിൻ്റെ സൊസൈറ്റികളുടെ പ്രത്യേകതയാണ്. ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, പിന്നെ ട്രേഡേഴ്സിനും ബിസിനസ്മാനും മെമ്പർഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് കൺസിഡർ ആസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഓഫ് റെയ്ഫിസാൻ ട്രഡീഷൻ? ഓപ്ഷൻ എ പീപ്പിൾസ് ബാങ്ക്, ഓപ്ഷൻ ബി ഹെഡസ്ട്രോഫ് ലോൺ സൊസൈറ്റി, ഓപ്ഷൻ സി റീജിയണൽ ക്രെഡിറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി പ്രഷ്യൻ ക്രെഡിറ്റ് യൂണിയൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹെഡസ്ട്രോഫ് ലോൺ സൊസൈറ്റി. റെയ്ഫിസാൻ ആദ്യം കൊണ്ടുവന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ ഹെഡസ്ട്രോഫ് ലോൺ സൊസൈറ്റി എന്ന് പറയുന്നത്. 1854 ഇത് വന്നത്. ഓക്കെ, 1854. അടുത്ത ക്വസ്റ്റ്യൻ, യൂഷ്വലി ഷൂൾസ് ബാങ്ക് ഡിക്ലെയർ ഡാഷ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്? ഓപ്ഷൻ എ നോർമൽ, ഓപ്ഷൻ ബി ലോ, ഓപ്ഷൻ സി ഹൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഷൂൾസ് ബാങ്കിൻ്റെ ഡിവിഡൻഡ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഡിവിഡൻഡ് റേറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഷൂൾസിൻ്റെ ബാങ്കുകളുടെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഇറ്റലി. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഒറിജിൻ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ജർമ്മനി. ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, പിന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഒറിജിൻ, അതെല്ലാം ജർമ്മനിയുടെ പ്രത്യേകതയാണ്. ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നെല്ലാം ജർമ്മനി അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ഡെൻമാർക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷ് വാസ് കൺസിഡർ ആസ് ദ ഹോം ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ഡെൻമാർക്ക്, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി USA. ഇതിൽ ഹോം ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെൻമാർക്ക്. ഡെൻമാർക്ക് ഹോം ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ ഫൗണ്ടർ ഓഫ് ഫോക്ക് ഹൈസ്കൂൾ ഇൻ ഡെൻമാർക്ക്? ഓപ്ഷൻ എ ലുസാട്ടി, ഓപ്ഷൻ ബി നെൽസൺ, ഓപ്ഷൻ സി NFS ഗ്രൗണ്ട്വിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ഫൗണ്ടർ ഓഫ് ഫോക്ക് ഹൈസ്കൂളിൻ്റെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, NFS ഗ്രൗണ്ട്വിങ്.
പിന്നെ നമ്മൾ ലുസാട്ടി എന്ന് പറയുന്നത് ഇറ്റലിയിലെ കോപ്പറേറ്ററാണ്. ഓക്കെ, അടുത്തത് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഇൻ ഡെൻമാർക്ക് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ CWS, ഓപ്ഷൻ ബി FDB, ഓപ്ഷൻ സി KF, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, FDB, ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. അത് FDB എന്നുള്ളതാണ്. ഇതിൽ KF എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫോർബിഡൻ എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് ഫോർബിഡൻ എന്ന് പറയുന്നത് സ്വീഡിഷിലെ ഹോൾസെയിൽ സൊസൈറ്റി, സ്വീഡനിലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിനെയാണ് നമ്മൾ KF എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ദ കോപ്പറേറ്റീവ് ലോ ഈസ് നോട്ട് യെറ്റ് ഇനൂസിയേറ്റഡ്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഡെൻമാർക്ക്, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി USA. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെൻമാർക്ക്. കോപ്പറേറ്റീവ് ലോ ഇതുവരെ വരാത്ത കൺട്രിയാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഡെൻമാർക്ക്. ഓപ്ഷൻ എ ഫോക്ക് ഹൈസ്കൂൾ, ഓപ്ഷൻ ബി റൂറൽ സ്കൂൾസ്, ഓപ്ഷൻ സി ലുർ ബ്രാൻഡ്, ഓപ്ഷൻ ഡി കോഹ്. ഇതിൽ ഡെൻമാർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോഹ്. കോഹ് എന്ന് പറയുന്നത് ജപ്പാനിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് കോഹ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ലുർ ബ്രാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ ക്ഷീരസംഘങ്ങളുടെ അവരുടെ പ്രൊഡക്ട്സിൻ്റെ, അവരുടെ ഉൽപ്പന്നങ്ങളുടെ ട്രേഡ് മാർക്കിനെയാണ് നമ്മൾ ലുർ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫോക്ക് ഹൈസ്കൂള്, റൂറൽ സൊസൈറ്റീസ് ഇതെല്ലാം ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രീമറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡെൻമാർക്ക് ഇൻ ദ ഇയർ ഡാഷ് അറ്റ് ജെഡിങ്. ഓപ്ഷൻ എ 1882, ഓപ്ഷൻ ബി 1878, ഓപ്ഷൻ സി 1895, ഓപ്ഷൻ ഡി 1885. ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രീമറി അത് ഡെൻമാർക്കിൽ ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1882. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയറി പ്രൊഡക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ ഡെൻമാർക്ക് ആർ സോൾഡ് അണ്ടർ ദ ട്രേഡ് നെയിം ഓഫ്. ഡെൻമാർക്കിലെ ഡയറി പ്രൊഡക്ട്സ്, കോപ്പറേറ്റീവ്സിൻ്റെ സഹകരണ സംഘങ്ങളുടെ ഡയറി പ്രൊഡക്റ്റ് സോൾഡ് ചെയ്യുന്ന ട്രേഡ് മാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലുർ ബ്രാൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലുർ ബ്രാൻഡ് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് ഡയറി പ്രൊഡക്റ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ഡെൻമാർക്ക്, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി ഇറ്റലി. ആൻസർ ഓപ്ഷൻ ബി ഡെൻമാർക്കാണ്. ഇത് തിരിച്ചും മറിച്ചും എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി ഫാം ഓഫ് യൂറോപ്പ് ഈസ് നോൺ as. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഡെൻമാർക്ക്, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ജപ്പാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെൻമാർക്ക്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നും ഡെൻമാർക്ക് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഡയറി പ്രൊഡക്റ്റ് ഈസ് എക്സ്പോർട്ടഡ് ഇൻ ഡെൻമാർക്ക്. ഓപ്ഷൻ എ 30%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 70%, ഓപ്ഷൻ ഡി 80%. എത്ര പെർസെൻറ്റേജ് ഡയറി പ്രൊഡക്റ്റ് ഡെൻമാർക്കിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 70%. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഓപ്ഷൻ എ ഡെൻമാർക്ക്, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി UK. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെൻമാർക്ക്.
കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത കൺട്രി ഡെൻമാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഡെൻമാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1844, ഓപ്ഷൻ ബി 1866, ഓപ്ഷൻ സി 1882, ഓപ്ഷൻ ഡി 1896. ആൻസർ ഓപ്ഷൻ ബി 1866. ഡെൻമാർക്കിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സ്റ്റോർ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1866. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക് ഈ 3 കൺട്രികളിൽ നിന്നുള്ള 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്